നമസ്കാരം. പ്രധാന വാർത്തകൾ. മഴ. കോട്ടോപ്പാടം കാഞ്ഞിരക്കുന്നിൽ വീട് തകർന്നു. ടാപ്പിംഗ് തൊഴിലാളിയായ സുരേന്ദ്രന്റെ വീടാണ് തകർന്നത്. സുരേന്ദ്രനും ഭാര്യയും കുട്ടികളും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മണ്ണാർക്കാട് കള്ളവോട്ട് വിവാദം കത്തുന്നു. CPM ലോക്കൽ സെക്രട്ടറി K. മൻസൂർ കള്ളവോട്ട് ചേർത്തെന്ന ഗുരുതര ആരോപണവുമായി അക്ഷയ കേന്ദ്രം ഉടമ ഷബീർ. ഇടുക്കിയിൽ വോട്ടുള്ളയാളെ നായാടിക്കുന്ന് വാർഡിൽ ചേർത്തത് തന്റെ അക്ഷയ കേന്ദ്രത്തിൽ നിന്ന്. പ്രശ്നം ചൂണ്ടിക്കാണിച്ചപ്പോൾ പാർട്ടി നോക്കിക്കോളുമെന്ന് മറുപടി പറഞ്ഞതായി ഷബീർ. നെല്ലായ പഞ്ചായത്തിൽ കഴിഞ്ഞ 5 വർഷം നടന്നത് വലിയ അഴിമതിയെന്ന് UDF. ഓഡിറ്റ് റിപ്പോർട്ടിലെ പരാമർശങ്ങൾ ഇതിന്റെ തെളിവെന്നും പഞ്ചായത്ത് ഓഫീസ് CPM പാർട്ടി ഓഫീസ് പോലെയാണ് പ്രവർത്തിച്ചതെന്നും നേതാക്കൾ. അഴിമതി ചൂണ്ടിക്കാണിക്കാൻ ജനരക്ഷായാത്ര വെള്ളിയാഴ്ച മുതൽ. പട്ടാമ്പിയിൽ നടക്കുന്ന ജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവം വെള്ളിയാഴ്ച സമാപിക്കും. ഗണിതശാസ്ത്രമേളയിൽ വാണിയംകുളം TRK ഹയർ സെക്കൻഡറി സ്കൂൾ ചാമ്പ്യന്മാർ. കരവിരുതും കലാവൈഭവവും പ്രകടമാക്കി പ്രവൃത്തി പരിചയം വേണം. കൊപ്പത്ത് കാറടിച്ച ജീപ്പ് തലക്കീഴായി മറിഞ്ഞു. ജീപ്പിലുണ്ടായിരുന്ന അതിഥി തൊഴിലാളികളായ 2 പേർക്ക് പരിക്ക്. വിശദമായ വാർത്തകളിലേക്ക്. ശക്തമായ മഴയ്ക്ക് പിന്നാലെ കോട്ടോപ്പാടം ചാട്ടക്കുണ്ട് കാഞ്ഞിരംകുന്നിൽ വീട് തകർന്നു വീണു. ടാപ്പിംഗ് തൊഴിലാളിയായ എടത്തൊടി സുരേന്ദ്രന്റെ വീടാണ് വ്യാഴാഴ്ച രാവിലെ 8 മണിയോടെ തകർന്നത്. ഈ സമയം വീടിനകത്ത് സുരേന്ദ്രനും ഭാര്യയും മക്കളും ഉണ്ടായിരുന്നെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വലിയൊരു ശബ്ദത്തോടെ വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും നിലംപതിച്ചു. സുരേന്ദ്രനും ഭാര്യയും 2 മക്കളും ഈ സമയം വീടിനകത്തുണ്ടായിരുന്നു. ശബ്ദം കേട്ടയുടനെ ഭാര്യയോടും മക്കളോടും പുറത്തേക്ക് ഓടാൻ പറഞ്ഞ ശേഷം ചുമരിനോട് ചേർന്ന് സുരേന്ദ്രൻ നിന്നു. സന്ദർഭോചിതമായി പ്രവർത്തിച്ചതിനാൽ 4 പേരും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മേൽക്കൂരയോടൊപ്പം വീടിന്റെ പിൻഭാഗത്തെ ചുമരും പുറത്തേക്ക് തകർന്നു വീണു. ഇവിടെ നിർത്തിയിട്ടിരുന്ന സുരേന്ദ്രന്റെ മോട്ടോർ സൈക്കിളിന്റെ മുകളിലേക്കാണ് ചുമരിന്റെ ഒരു ഭാഗം വീണത്. വാഹനത്തിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. മേൽക്കൂരയുടെ വീഴ്ചയുടെ ആഘാതത്തിൽ മറ്റു ചുമരുകൾക്കും കാര്യമായ വിള്ളൽ ഉള്ളതിനാൽ വീട് വാസയോഗ്യമല്ലാത്തതായി സുരേന്ദ്രൻ പറഞ്ഞു. ഇന്ന് രാവിലെ 8 മണിക്ക് മുമ്പായിട്ട് കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ടില്ല തിരക്കൂട്ടില്ലായിരുന്നു, പുറപ്പെടുമായിരുന്നു. അപ്പോൾ ചിടിച്ചിടിന്നൊരു ശബ്ദം കിട്ടു. അപ്പോൾ മോളോട് വേഗം ഓടാൻ പറഞ്ഞു ഞാൻ. വൈഫും പിന്നെ ചെറിയ മോനും ഓടി. വലിയ മോൻ അതിൻ്റെ മുമ്പായിട്ട് കോളേജിലേക്ക് പോയിരുന്നു. ഞാൻ റൂമിൽ കുടുങ്ങി. അപ്പോൾ അതിങ്ങനെ വീടുന്ന സമയത്ത് ഞാനൊരു ചുമരിന് പതിഞ്ഞു നിന്നു. അതുകൊണ്ട് എൻ്റെ മേത്ത് ഓടോ കാര്യങ്ങളൊന്നും വന്നില്ല. ഗൃഹോപകരണങ്ങളും മറ്റു വസ്തുക്കളും പൂർണ്ണമായും നശിച്ചു. ബുധനാഴ്ച രാത്രിയിലും വ്യാഴാഴ്ച പുലർച്ചെയുണ്ടായ ശക്തമായ മഴയാണ് വീട് തകരാൻ കാരണമെന്നാണ് നിഗമനം. ടാപ്പിംഗ് തൊഴിലാളിയായ സുരേന്ദ്രന് വീട് പൂർവ്വസ്ഥിതിയിലാക്കുക എന്നത് അസാധ്യമാണ്. കഴിയാവുന്ന സഹായം ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ചെയ്യുമെന്ന് വീട് സന്ദർശിച്ച ശേഷം വാർഡംഗം KT അബ്ദുള്ള പറഞ്ഞു. ഇനി ഒരു കാരണവശാലും ആ വീടിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ അതിൽ താമസിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. അപ്പോൾ സാമ്പത്തികമായി വളരെയധികം പിന്നോക്കം നിൽക്കുന്ന കുടുംബമാണ്. എത്രയും പെട്ടെന്ന് തന്നെ സർക്കാരിൽ നിന്നുള്ള സഹായം നൽകി ആ വീട് പണി പൂർത്തീകരിച്ച് ചെയ്യാൻ വേണ്ട നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നാണ് ഈ സമയത്ത് പറയാനുള്ളത്. അത് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഇന്ന് പഞ്ചായത്തിൻ്റെ ബോർഡ് നടക്കുന്നുണ്ട്. അത് ബോർഡ് ആലോചിച്ചങ്ങാണ്ട് വേണ്ട കാര്യങ്ങൾ എന്താ വെച്ചെങ്കിൽ അത് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നുള്ള ചെയ്തു കൊടുക്കുന്നതാണ്. വില്ലേജ് അധികൃതർ നാശനഷ്ടം വിലയിരുത്തി. രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ സൈനുദ്ദീൻ താളിയിൽ, CJ രമേശ് എന്നിവരും വീട് സന്ദർശിച്ചു. മറ്റൊരു വീട്ടിലേക്ക് താമസം മാറാനുള്ള ശ്രമത്തിലാണ് കുടുംബം. നെല്ലായ ഗ്രാമപഞ്ചായത്തിൽ ജനരക്ഷാ യാത്രയുമായി UDF. പഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കും സ്വജനപക്ഷപാതത്തിനുമെതിരെ ഒക്ടോബർ 24, 25, 26 തീയതികളിലാണ് ജനരക്ഷാ യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കഴിഞ്ഞ 5 വർഷം വലിയ അഴിമതിയാണ് പഞ്ചായത്തിൽ നടന്നതെന്നും CPM പാർട്ടി ഓഫീസ് പോലെയാണ് പഞ്ചായത്ത് ഓഫീസ് പ്രവർത്തിച്ചതെന്നും നേതാക്കൾ പറഞ്ഞു. സംശുദ്ധ ഭരണത്തിന് അഴിമതിരഹിത നെല്ലായയ്ക്ക് എന്ന മുദ്രാവാക്യവുമായാണ് ഒക്ടോബർ 24, 25, 26 തീയതികളിൽ UDFന്റെ നേതൃത്വത്തിൽ ജനരക്ഷായാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത്. 24 വൈകിട്ട് 6 മണിക്ക് കുളപ്പടയിൽ നിന്ന് ആരംഭിക്കുന്ന യാത്ര UDF ജില്ലാ ചെയർമാൻ മരക്കാർ മാരായമംഗലം ഉദ്ഘാടനം ചെയ്യും. KPCC സെക്രട്ടറി P. ഹരിഗോവിന്ദൻ മുഖ്യപ്രഭാഷണം നടത്തും. 25, 26 തീയതികളിൽ പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം പട്ടിശ്ശേരിയിൽ യാത്ര സമാപിക്കും. മേലാളയിൽ വാപ്പുട്ടി ക്യാപ്റ്റനും മൂസ പേങ്ങാട്രി വൈസ് ക്യാപ്റ്റനുമായാണ് ജനരക്ഷായാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത്. നേതൃത്വത്തിൽ നെല്ലായ ഗ്രാമപഞ്ചായത്തിനെതിരെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന CPM നടത്തുന്ന ദുർഭരണത്തിനും അഴിമതിക്കും എതിരെ ഐക്യജനാധിപത്യ മുന്നണി ഈ വരുന്ന 24, 25, 26
തീയതികളിലായി പഞ്ചായത്തിൽ 3 ദിവസത്തെ പദയാത്ര നടത്തുകയാണ്. അതിനുവേണ്ടി ആണ് നമ്മൾ ഈ വാർത്താ സമ്മേളനം അതറിയിക്കുന്നതിന് വേണ്ടിയാണ് വിളിച്ചു ചേർത്തിട്ടുള്ളത്. നമുക്കറിയാം 25 വർഷത്തോളമായി ഇടതുപക്ഷം ഈ പഞ്ചായത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കും. വാർത്താ സമ്മേളനത്തിൽ പറയുന്നത് ഇടതുപക്ഷത്തിൻ്റെ ഈ ദുർഭരണം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ നോക്കി നടത്തുന്നതിന് ഇടതുപക്ഷത്തിന് കഴിയുന്നില്ല. അവിടെ ഗ്രാമപഞ്ചായത്തിൽ അവിടുത്തെ ജീവനക്കാരായ ആളുകളെ കൃത്യമായും സർക്കാർ നോമിനികളെ അവിടെ നിയമിക്കേണ്ടത് പോലും നിയമിക്കാതെ അവിടെ 10-20ഓളം ആളുകളെ ഡെയിലി വേജസിന് നിയമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. ഇതൊരു പാർട്ടി ഓഫീസാണ് എന്ന രൂപത്തിലാണ് നെല്ലായ പഞ്ചായത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കണമെന്നാണ് സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ 5 വർഷം വലിയ അഴിമതിയാണ് പഞ്ചായത്തിൽ CPM നേതൃത്വം നൽകുന്ന ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നടന്നിരിക്കുന്നതെന്നും UDF നേതാക്കൾ ആരോപിച്ചു. പഞ്ചായത്തിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് പരിശോധിച്ചാൽ ഇക്കാര്യം വ്യക്തമാകും. 9 കോടിയോളം രൂപ ചിലവാക്കാതെ ഭരണസമിതി ലാപ്സാക്കി. ലൈഫ് ഭവന പദ്ധതിയിൽ 500-ലധികം പേർ ഉൾപ്പെട്ടതിൽ 162ഓളം പേർക്ക് മാത്രമാണ് വീട് നൽകാനായത്. ചട്ടവിരുദ്ധമായി പല സാധനങ്ങളും പഞ്ചായത്തിലേക്ക് വാങ്ങി. ഓണച്ചന്തയിൽ വരെ അഴിമതി നടത്തി. തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടും 12 ലക്ഷത്തോളം രൂപയുടെ ക്രമക്കേട് നടന്നതായി ഓഡിറ്റ് റിപ്പോർട്ടിൽ വ്യക്തമാണെന്നും ഇതെല്ലാം ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുകയാണ് യാത്രയുടെ ലക്ഷ്യമെന്നും നേതാക്കൾ പറഞ്ഞു. 75% സബ്സിഡിയും 20% ഗുണഭോക്തൃ വിഹിതവുമായി വാങ്ങേണ്ടതാണ് ചെടിച്ചട്ടി. 2000 പരമാവധി ചെലവഴിക്കാൻ പാടുള്ളൂ. അതാണ് നോംസ്. അത് ലംഘിച്ചുകൊണ്ട് 3000 രൂപയ്ക്ക് 31 ചെടിച്ചട്ടി വാങ്ങി. അതും ഓഡിറ്റ് വിഭാഗം കണ്ടെത്തി ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിച്ചിൽപ്പെട്ടിട്ടുണ്ട്. മറ്റൊന്ന് ഗൗരവമായിട്ടുള്ളൊരു കാര്യമാണ്. അതീവ ഗൗരവം. തൊഴിലുറപ്പിൻ്റെ സംബന്ധിച്ച പ്രകാരം 2,06,71,840 രൂപ ചെലവഴിച്ചിട്ടുണ്ട്. എന്നാൽ വേതന രജിസ്റ്റർ പ്രകാരം 1,94,22,073 രൂപയാണ്. 12 ലക്ഷം ഉറുപ്പികയുടെ വ്യത്യാസം വിശദീകരിക്കണം. 12 ലക്ഷം ഉറുപ്പിക എവിടെ പോയി? പണിക്കാർക്ക് എടുത്തതിൻ്റെ കൂലിക്ക് കണക്കുണ്ട്, എടുത്ത തൊഴിൽ ദിനങ്ങളുടെ കണക്കുണ്ട്. അപ്പോൾ ഇവിടെ 12 ലക്ഷത്തോളം രൂപയെ കാണുന്നില്ല എന്നാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ എഴുതി വെച്ചിട്ടുള്ളത്. പിന്നെ മറ്റൊന്ന്, ഇത് ഈ തട്ടിപ്പിനൊക്കെ ഇവർ ഉപയോഗിക്കുന്ന ഒരു നടപടിക്രമം എന്ന് പറയുന്നത് പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം അല്ലെങ്കിൽ സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു ഭരണസമിതി യോഗം ചേരുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമം എന്ന് പറയുന്നത് ഭരണസമിതി യോഗം ചേർന്ന് കഴിഞ്ഞാൽ 3 ദിവസത്തിനുള്ളിൽ അതിൻ്റെ മിനിറ്റ്സ് തയ്യാറാക്കി പ്രസിഡൻറ്റിൻ്റെ അംഗീകാരത്തിന് വേണ്ടി കൊടുക്കണം. 72 മണിക്കൂർ. വീണ്ടും 24 മണിക്കൂർ എടുത്തുകൊണ്ട് പ്രസിഡൻ്റ് പരിശോധിച്ച് അന്തിമമാക്കി സിഗ്നൽ സൈൻ ചെയ്ത് അന്തിമമാക്കണം. ഇവിടെ അവർ സൂചിപ്പിച്ചത് ഈ മിനിറ്റ്സ് യഥാക്രമം ക്ലോസ് ചെയ്യാതെ 10 മാസം വരെ മിനിറ്റ്സ് ക്ലോസ് ചെയ്യാതെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഡേറ്റ് ഉൾപ്പെടെ അവർ കൃത്യമായിട്ട് ഇതിൽ പറയുകയാണ്. അപ്പോൾ ഈ തരത്തിൽ ഇത് മാത്രമല്ല, പല സ്ഥലത്തും ഉദാഹരണങ്ങൾ 1-2 പറഞ്ഞതേ ഉള്ളൂ. വ്യാപകമായ അഴിമതി റോഡ് പണികൾ നടത്തുന്നു. ജനങ്ങൾക്ക് വേണ്ട ഒരു കാര്യവും ചെയ്യാതെ മേനി പറഞ്ഞ് നടക്കുന്ന ഒരു ഭരണസമിതിയാണ് ഈ കഴിഞ്ഞ 5 വർഷം നെല്ലായ പഞ്ചായത്തിലുണ്ടായത്. ഈ ഞാൻ സൂചിപ്പിച്ച സർക്കാർ തന്നെ, ഓഡിറ്റർമാർ തന്നെ കണ്ടുപിടിച്ച് പറഞ്ഞ അഴിമതികൾ വളരെ ഗൗരവമാണ്. അതുകൊണ്ട് ഈ അഴിമതിക്ക് ഇനി അവസരം ഒരുക്കിക്കൂടാ. ഈ അഴിമതി ഇനി തുടരാൻ അനുവദിച്ചുകൂടാ. ഇനിയും ഈ അഴിമതി തുടരാൻ അനുവദിച്ചാൽ നെല്ലായ പഞ്ചായത്ത് പാപ്പരാകും എന്ന കാര്യത്തിൽ സംശയവുമില്ല. ജനങ്ങളുടെ ഒരാവശ്യങ്ങളും ഇവർക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഈ ഭരണസമിതി ഇനി അധികാരത്തിൽ വരാൻ പാടില്ല. ഇത് ജനങ്ങളോട് പറഞ്ഞ് ജനകീയമായ ഒരു പോരാട്ടത്തിന്, ജനകീയമായ ഒരു മുന്നേറ്റത്തിനാണ് UDF ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു കാൽനട പ്രചരണ ജാഥ തീരുമാനിച്ചിട്ടുള്ളത്. ഇത്തവണ 15 സീറ്റുകളിലധികം വിജയിച്ച UDF നെല്ലായയിൽ അധികാരത്തിൽ വരുമെന്നും നേതാക്കൾ അവകാശപ്പെട്ടു. UDF പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ മേലാടയിൽ വാപ്പുട്ടി, കൺവീനർ മൂസ പേങ്ങാട്രി, നേതാക്കളായ ഹംസത്ത് മാടാല, KMK ബാബു, N ജനാർദ്ദനൻ, N ബിജു, KP മുഹമ്മദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CPM മണ്ണാർക്കാട് ലോക്കൽ സെക്രട്ടറി K മൻസൂർ കള്ളവോട്ട് ചേർത്തുവെന്നത് ഉൾപ്പെടെ ഗുരുതര ആരോപണവുമായി കോടതിപ്പടിയിലെ അക്ഷയ കേന്ദ്രം ഉടമ ഷമീർ ചോമേരി. ഡിജിറ്റൽ ഇന്ത്യയിൽ ഒരാളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കാൻ അക്ഷയ കേന്ദ്രങ്ങളുടെ ആവശ്യമില്ലെന്നും ഷമീർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കോടതിപ്പടിയിലെ അക്ഷയ കേന്ദ്രത്തിലെത്തുന്നവരുടെ രേഖകൾ ദുരുപയോഗം ചെയ്യുന്നുവെന്ന് കഴിഞ്ഞ ദിവസം മലബാർ ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ K മൻസൂർ ആരോപിച്ചിരുന്നു.
നഗരസഭയിലെ ചോമേരി വാർഡിൽ 62 കള്ളവോട്ടുകൾ CPM ചേർത്തത് രേഖകൾ സഹിതം ഷമീർ പരാതി നൽകിയിരുന്നു. അക്ഷയ കേന്ദ്രത്തിൽ വരുന്നവരുടെ രേഖകൾ ഉപയോഗിച്ചാണ് വോട്ടുവെട്ടാൻ ഷമീർ പരാതി നൽകിയതെന്ന ആരോപണമാണ് ലോക്കൽ സെക്രട്ടറി K. മൻസൂർ ഉന്നയിച്ചിരുന്നത്. സാങ്കേതിക വിദ്യ വിപുലമായ ഇക്കാലത്ത് മറ്റൊരാളുടെ വോട്ട് വിവരങ്ങളോ വീടുകളുടെ വിവരങ്ങളോ അറിയാൻ ഒരു കമ്പ്യൂട്ടർ മതി. ഇക്കാര്യം അറിയാതെയാണ് അക്ഷയ കേന്ദ്രത്തിനെതിരെ ആരോപണം ഉന്നയിക്കുന്നത്. 7 വർഷമായി അക്ഷയ കേന്ദ്രം നടത്തുന്നുണ്ട്. നേരത്തെ മുഖ്യമന്ത്രിക്ക് വ്യാജ പരാതി നൽകിയിരുന്നു. 7 വർഷമായി തന്റെ കേന്ദ്രത്തിലെ വരവ് ചെലവ് കണക്കുകൾ, കേന്ദ്രത്തിൽ വരുന്നവരുടെ എണ്ണം, എന്തൊക്കെ സേവനങ്ങൾ തുടങ്ങി എല്ലാ വിവരങ്ങളും മുഖ്യമന്ത്രിയുടെ പോർട്ടലിൽ അപ്ലോഡ് ചെയ്തു. ഇതേ തുടർന്ന് പരാതി തള്ളി. ഇനിയും ഏതന്വേഷണവും നേരിടാൻ തയ്യാറാണ്. 17 പേരാണ് അക്ഷയയിൽ ജോലി ചെയ്യുന്നത്. ഇതിൽ 15 പേരും സ്ത്രീകളാണ്. കള്ളവോട്ട് ചേർത്തതിന് പരാതി നൽകിയതിനെതിരെ തന്റെ സ്ഥാപനത്തെ തകർക്കാനുള്ള ശ്രമമാണ് ലോക്കൽ സെക്രട്ടറി നടത്തുന്നത്. CPM കള്ളവോട്ട് ചേർത്തില്ലെന്ന് പറയുന്നത് കള്ളമാണ്. ഇടുക്കിയിലെ വണ്ണാമറം പഞ്ചായത്തിൽ നിന്നുള്ള നജീബിനെ K. മൻസൂറാണ് നായാടിക്കുന്ന് വാർഡിലെ വോട്ടർ പട്ടികയിൽ ചേർത്തത് തന്റെ അക്ഷയ വഴിയാണെന്നും ഷമീർ പറഞ്ഞു. ഇടുക്കിയിൽ ഇയാൾക്ക് വോട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ പാർട്ടി നോക്കുമെന്നാണ് മൻസൂർ മറുപടി പറഞ്ഞത്. ചോമേരിയിൽ CPM ചേർത്ത 62 വോട്ടുകളെ കുറിച്ച് കൃത്യമായ രേഖകൾ സഹിതം തെളിവ് നൽകിയിട്ടും അത് നീക്കം ചെയ്യാൻ ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല. കൗൺസിലർ കൂടിയായ മൻസൂറിന്റെ വോട്ട് യഥാർത്ഥത്തിൽ മൻസൂർ താമസിക്കുന്ന വീട്ടു നമ്പറിലുള്ളതല്ല. ഇദ്ദേഹത്തിന്റെ റേഷൻ കാർഡ് സബ്സിഡി കാർഡാണ്. ഇത് ഗുരുതരമായ തെറ്റാണ്. ചോമേരിയിലെ ബ്രാഞ്ച് സെക്രട്ടറിയുടെ കാർഡും BPL കാർഡാണ്. ഇവരുടെ സാമ്പത്തിക സ്ഥിതിയും വീടും പരിശോധിച്ച് നടപടി വേണമെന്നും ഷമീർ പറഞ്ഞു. 152 വോട്ട് ബ്രാഞ്ച് സെക്രട്ടറി വെട്ടിയ രേഖകൾ മുനിസിപ്പാലിറ്റിയിൽ നിന്നും എടുത്തതാണ്. നിങ്ങൾക്ക് പരിശോധിക്കാം. 2020 152 വോട്ടുകൾ വെട്ടിയ ആളാണ് ഈ പറയുന്ന ബ്രാഞ്ച് സെക്രട്ടറി. എന്നിട്ട് 5 വർഷം ഇപ്പുറം തിരിച്ച് വോട്ട് വെട്ടിയപ്പോ ഭീഷണി സ്വരം, ഭരണകൂടത്തിന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ നടത്തുന്ന സ്ഥാപനങ്ങളെ വേട്ടയാണ്. ഇനി ഒറ്റൊന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ അക്ഷയ കേന്ദ്രത്തെ ഏറ്റവും കൂടുതൽ 29 കൗൺസിലർമാരിൽ ഞാൻ വെല്ലുവിളിക്കുന്നു. 29 കൗൺസിലർമാരിൽ CPM-ന്റെ കൗൺസിലർമാർ ഉപയോഗിച്ചതുപോലെ, ഞാൻ വീണ്ടും പറയുന്നു, ദുരുപയോഗം അവർ ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ മൻസൂർ ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. മണ്ണാർക്കാട് തെങ്കര ആനമുളിയിൽ വീടിന്റെ മുന്നിൽ നിർത്തിയിട്ട കാർ കാട്ടാന നശിപ്പിച്ചു. കാറിലുണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ആനമൂളി ഉരുളൻകുന്നിൽ ബുധനാഴ്ച രാത്രി 7 മണിയോടെയാണ് സംഭവം. പുത്തൻപുരയ്ക്കൽ ഇമ്മാനുവലിന്റെ വീടിനു മുന്നിലെത്തിയ കാട്ടാന കാർ കുത്തിമറിക്കാൻ ശ്രമിക്കുകയായിരുന്നു. വീട്ടുകാർ ഒച്ചവെച്ചതോടെ കാട്ടാന മടങ്ങി. കാറിലുണ്ടായിരുന്ന ഇമ്മാനുവലിന്റെ മകൻ സനീഷ് അപകടമൊന്നുമില്ലാതെ രക്ഷപ്പെട്ടു. കാറിന്റെ ബോണറ്റിൽ കൊമ്പ് കുത്തിയിറക്കിയ പാടുകളുണ്ട്. ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ കൃഷിക്കും മനുഷ്യജീവനും ഭീഷണിയായ 87 കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു. അംഗീകൃത ഷൂട്ടർമാരുടെ നേതൃത്വത്തിലാണ് വൻ കാട്ടുപന്നി വേട്ട നടന്നത്. കഴിഞ്ഞ വർഷം 90-ലേറെ പന്നികളെ ഓങ്ങല്ലൂരിൽ നിന്നും വെടിവെച്ചു കൊന്നിരുന്നു. പഞ്ചായത്തിലെ വിവിധ പാടശേഖരങ്ങളിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാണ്. പകൽ സമയങ്ങളിൽ പോലും പന്നിശല്യം ഏറിവരികയും വാഹനയാത്രക്കാർക്ക് ഭീഷണിയാവുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ പഞ്ചായത്ത് ഭരണസമിതി നൽകിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് ഒറ്റപ്പാലം ഫോറസ്റ്റ് റേഞ്ചിന്റെ നേതൃത്വത്തിൽ കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നത്. തോക്ക് ലൈസൻസുള്ള 9 ഷൂട്ടർമാരും 20ഓളം സഹായികളും വേട്ടനായ്ക്കളും ചേർന്നാണ് പന്നിവേട്ട നടത്തിയത്. 18 മണിക്കൂർ നീണ്ടുനിന്ന ദൗത്യത്തിൽ 187 പന്നികളെ വെടിവെച്ചു കൊന്നു. ഓങ്ങല്ലൂരിലെയും ചേർന്ന് കിടക്കുന്ന വല്ലപ്പുഴ പഞ്ചായത്തിലെയും പാടശേഖരങ്ങളിൽ നിന്നാണ് പന്നികളെ വെടിവെച്ചു കൊന്നത്. ഷൂട്ടർമാരായ അലി നെല്ലേങ്കര, ദേവകുമാർ വരിക്കത്ത്, ചന്ദ്രൻ വരിക്കത്ത്, VJ തോമസ്, മുഹമ്മദ് അലി മാതേങ്ങാട്ടിൽ, മനോജ് മണലായ, KP ഷാൻ, വേലായുധൻ വരിക്കത്ത്, ഇസ്മായിൽ താഴേക്കോട് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു വേട്ട. കൊന്ന പന്നികളെ വനംവകുപ്പിന്റെ മേൽനോട്ടത്തിൽ സംസ്കരിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി മുതൽ നടത്തിയ ഓപ്പറേഷന്റെ ഭാഗമായി 87ഓളം കാട്ടുപന്നികളെ ഓങ്ങല്ലൂർ പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി ഒരു 9ഓളം ഷൂട്ടേഴ്സ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ നേതൃത്വത്തിൽ വെടിവെച്ചു കൊല്ലാൻ സാധിച്ചു. കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് 91ഓളം പന്നികളെ ഒറ്റപ്പാലം, ചളവറ, ഈ ഓങ്ങല്ലൂർ പ്രദേശങ്ങളിൽ നിന്നായി വെടിവെച്ചു കൊല്ലാൻ സാധിച്ചിരുന്നു. അതിനുശേഷം നടത്തിയൊരു കേരളത്തിലെ ഏറ്റവും വലിയ മാസ് കള്ളിംഗ് ആണ് ഇത്. പിന്നെ പഞ്ചായത്തിന്റെ കർഷക സംഘത്തിന്റെയും പഞ്ചായത്തിന്റെയും എല്ലാവിധ സഹകരണങ്ങളും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. കൊപ്പത്ത് കാറിടിച്ച് ജീപ്പ് തലക്കീഴായി മറിഞ്ഞു. അപകടത്തിൽ ജീപ്പിലുണ്ടായിരുന്ന അതിഥി തൊഴിലാളികളായ 2 പേർക്ക് പരിക്ക് പറ്റി. വ്യാഴാഴ്ച രാവിലെ 10:30യോടെയായിരുന്നു അപകടം. ആസാം സ്വദേശികളായ മുഹമ്മദ് റിബുൾ ഹുസൈൻ, ഖലീൽ റഹ്മാൻ എന്നിവർക്കാണ് പരിക്ക് പറ്റിയത്. ഇവരെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
പെരിന്തൽമണ്ണ ഭാഗത്തു നിന്നും കൊപ്പം ഭാഗത്തേക്ക് വരികയായിരുന്ന ജീപ്പ് സമീപത്തെ സ്ഥാപനത്തിലേക്ക് തിരിക്കുന്നതിനിടെ പിറകിൽ വന്ന കാർ ഇടിക്കുകയായിരുന്നു. ഉടൻ തന്നെ നിയന്ത്രണം വിട്ട ജീപ്പ് തലകീഴായി മറിഞ്ഞു. ഓടിക്കൂടിയ നാട്ടുകാരാണ് ജീപ്പിലുണ്ടായിരുന്നവരെ പുറത്തെടുത്ത് ആശുപത്രിയിലെത്തിച്ചത്. കാറിലുണ്ടായിരുന്നവർക്ക് കാര്യമായ പരിക്കില്ല. കൊപ്പം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. പട്ടാമ്പിയിൽ നടക്കുന്ന ജില്ലാ ശാസ്ത്രോത്സവം വെള്ളിയാഴ്ച സമാപിക്കും. മേളയിൽ ഉപജില്ലകൾ തമ്മിലുള്ള മത്സരം തുടരുകയാണ്. സമാപന സമ്മേളനം വി കെ ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്യും. പട്ടാമ്പിയിൽ നടക്കുന്ന ജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവം വെള്ളിയാഴ്ച സമാപിക്കും. ഗണിതശാസ്ത്ര മേളയിൽ 124 പോയിന്റ് നേടി വാണിയംകുളം TRK ഹയർ സെക്കൻഡറി സ്കൂൾ ചാമ്പ്യന്മാരായി. വാടാനാകുറിശി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് 2ാം സ്ഥാനം. ഉപജില്ലകൾ തമ്മിലുള്ള മത്സരം തുടരുകയാണ്. ഒറ്റപ്പാലം, മണ്ണാർക്കാട്, പാലക്കാട് ഉപജില്ലകളാണ് പോരാട്ടം തുടരുന്നത്. ബുധനാഴ്ച വൈകുന്നേരത്തോടെ മേളയ്ക്ക് തിരശ്ശീല വീഴും. സമാപന സമ്മേളനം വി കെ ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്യും. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ അധ്യക്ഷയാകും. കരവിരുതിൽ കലാവൈഭവം തീർത്ത് വിദ്യാർത്ഥികൾ. പട്ടാമ്പിയിൽ നടക്കുന്ന പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ നടന്ന പ്രവൃത്തി പരിചയ മേളയിലായിരുന്നു കുട്ടികൾ കരവിരുതിൻ്റെ മികവ് തെളിയിച്ചത്. പട്ടാമ്പിയിൽ നടക്കുന്ന പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവം 2 നാൾ പിന്നിട്ടു. 2ാം ദിനത്തിൽ പ്രധാനമായും പ്രവൃത്തി പരിചയ മേളയാണ് നടന്നത്. കരവിരുതിൻ്റെ കലാവൈഭവമാണ് പ്രവൃത്തി പരിചയ മേളയിൽ കുട്ടികൾ കാഴ്ചവെച്ചത്. പാഴ്വസ്തുക്കൾ മുതലുള്ള സാധനങ്ങളുമായി തങ്ങളുടെ സർഗ്ഗശേഷി പ്രകടമാകുന്ന കാഴ്ചയാണ് മേളയിൽ കണ്ടത്. ക്യാരി ബാഗുകൾ, ചവിട്ടികൾ, മരം കൊണ്ടുള്ള മേശ, സ്റ്റൂൾ, കട്ടിൽ ഉൾപ്പെടെയുള്ള സാധനങ്ങളും കുട്ടികളുടെ കരവിരുതിൽ വിടരുന്ന കാഴ്ചയാണ് കണ്ടത്. ഈറ, മുള കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ, ചിരട്ട കൊണ്ടുള്ള ഉൽപ്പന്ന നിർമ്മാണം, കയർ കൊണ്ടുള്ള ഉൽപ്പന്ന നിർമ്മാണം, പാവ നിർമ്മാണം, ചൂരൽ ഉൽപ്പന്നങ്ങൾ, കൗങ്ങിൻപാള കൊണ്ടുള്ള ഉൽപ്പന്നങ്ങളെല്ലാം മേളയിൽ മണിക്കൂറുകൾക്കകം കുട്ടികൾ തയ്യാറാക്കി. ചെലവ് ചുരുങ്ങിയ പോഷകാഹാര വിഭവങ്ങളും പച്ചക്കറി, പഴവർഗ്ഗ സംസ്കരണ വിഭവങ്ങളും മേളയിൽ കുട്ടികൾ ഒരുക്കി. മാവിൽ രുചിയേറുന്ന വൈവിധ്യങ്ങളായ വിഭവങ്ങളാണ് മേളയിൽ കുട്ടികൾ നിരത്തിയത്. 2ാം ദിനത്തിൽ പ്രവൃത്തി പരിചയ മേളയ്ക്ക് പുറമെ സാമൂഹ്യശാസ്ത്രമേള, IT മേള മത്സരങ്ങളും നടന്നു. ഇടവേള. മറ്റു വാർത്തകൾ. നവീകരണം നടക്കുന്ന ഒറ്റപ്പാലം കിഴൂർ പാതയിൽ അപകട ഭീഷണിയായി അനങ്ങനടി പെട്രോൾ പമ്പിന് മുന്നിലുണ്ടായ വെള്ളക്കെട്ട്. കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിലാണ് വൻ വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. ഭാരതപ്പുഴ ഗതിമാറി ഒഴുകിയതാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട. നവീകരണം നടക്കുന്ന ഒറ്റപ്പാലം കിഴൂർ പാതയിൽ അനങ്ങനടി പെട്രോൾ പമ്പിന് സമീപമുണ്ടായ വലിയ വെള്ളക്കെട്ടാണിത്. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിലാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടതെന്ന് നാട്ടുകാർ പറയുന്നു. നവീകരണം നടക്കുന്നതിനാൽ വലിയ യാത്രാ ദുരിതം പേറുന്ന ഈ പാതയിൽ വെള്ളക്കെട്ട് കൂടി രൂപപ്പെട്ടതോടെ പെടാപ്പാടുപെട്ടാണ് ഇരുചക്ര വാഹനയാത്രികർ ഈ പാതയിലൂടെ യാത്ര ചെയ്യുന്നത്. വെള്ളക്കെട്ടിൽപ്പെട്ട് സ്കൂട്ടർ യാത്രക്കാരി നിയന്ത്രണം തെറ്റി വീഴുന്ന സ്ഥിതി വരെ ഉണ്ടായതായി നാട്ടുകാർ പറഞ്ഞു. നിരവധി സ്കൂട്ടർ യാത്രക്കാരുടെ വാഹനം വെള്ളക്കെട്ടിൽ ഓഫായി പോകുന്ന സ്ഥിതിയുണ്ടായി. സ്ഥിരം വെള്ളക്കെട്ട് മേഖലയാണ് ഇവിടം എന്ന് നാട്ടുകാർ പറയുന്നു. വെള്ളക്കെട്ടിന് പരിഹാരം കാണാതെ വലിയ അപകടത്തിനായി കാത്തു നിൽക്കുകയാണ് അധികൃതർ എന്നാണ് നാട്ടുകാരുടെ പരാതി. നവീകരണ പ്രവൃത്തികൾ ഇഴഞ്ഞു നീങ്ങുന്നതായും നാട്ടുകാർ പറഞ്ഞു. നവീകരണ പ്രവൃത്തികൾ ഉടൻ പൂർത്തിയാക്കി പാത ഗതാഗത യോഗ്യമാക്കണമെന്ന് ഷൊർണൂർ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അഷറഫ് കാരക്കുളം ആവശ്യപ്പെട്ടു. ഒറ്റപ്പാലം ചെർപ്പളശ്ശേരി റോഡിന്റെ 2ാം ഘട്ട നവീകരണം അത് തുടങ്ങിയിട്ട് 2023 ഒക്ടോബർ മാസത്തിൽ ഒറ്റപ്പാലത്ത് നിന്നും വരോട് നിന്നും ആരംഭിച്ചതാണ്. എന്നാൽ 2 വർഷമായിട്ടും ഈ പണി പുരോഗതി നോക്കുമ്പോൾ ഇഴഞ്ഞു നീങ്ങുന്ന ഒരു സംവിധാനവും അതോടൊപ്പം തന്നെ ഇവിടെ മഴ പെയ്തു കഴിഞ്ഞാൽ അശാസ്ത്രീയമായ രൂപത്തിലുള്ള ഈ വെള്ളക്കെട്ട് അവരുടെ വർക്കിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാണപ്പെടുന്നത്. ഇത് ഇങ്ങനെ കണ്ടുകൊണ്ട് തന്നെ അവരാരും തന്നെ ഇതിലേക്ക് നല്ലൊരു രൂപത്തിൽ ഇത് എങ്ങനെ പരിഹരിക്കാമെന്ന രൂപത്തിലേക്കുള്ള ഒരു നടപടിയൊന്നും ഇവരുടെ ഭാഗത്തു നിന്ന് കാണുന്നില്ല. ഇവിടെ ഇപ്പോൾ ഈ 2-3 ദിവസമായിട്ടുള്ള മഴയിൽ വെള്ളക്കെട്ടിൽ വിദ്യാർത്ഥികൾ
അതേപോലെ തന്നെ ജോലിക്ക് പോകുന്ന ആളുകൾ, ഇരുചക്ര വാഹനങ്ങളിൽ പോകുന്ന ആളുകൾ വീഴുകയും പലർക്കും പരിക്ക് പറ്റുകയും ചില വാഹനങ്ങൾ അവിടെ ഓഫായി നിൽക്കുന്ന രൂപത്തിലുള്ള പ്രതിസന്ധിയെല്ലാം രൂപപ്പെടുമ്പോഴും ഇപ്പോഴും ഇവരിവിടെ ഈ അശാസ്ത്രീയമായിട്ടുള്ള വർക്ക് അവർ ഡ്രില്ല് ഉപയോഗിച്ചിട്ട് പൊട്ടിച്ച് വെള്ളം കളയുന്ന രൂപത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇതിൻ്റെ അലൈൻമെൻറ്റ് എടുത്ത എഞ്ചിനീയർമാർ ഏത് രൂപത്തിലാണ് ഇത് ഫർണിഷ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. വളരെ ലാഗായിട്ടാണ് ഈ വർക്ക് പോകുന്നത്. ഒരിക്കലും ഇത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. മഴക്കാലമായാൽ മഴ പെയ്താൽ ഈ തരത്തിലുള്ള വെള്ളക്കെട്ടും മഴ നിന്നു കഴിഞ്ഞാൽ ഈ പരിസര പ്രദേശങ്ങളിലുള്ള വീടുകളിലേക്കും കച്ചവട സ്ഥാപനങ്ങളിലേക്കും പൊടിയും മറ്റും കയറി വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. ഇത് എന്ന് തീരും ഈ ദുരിതമെന്ന് അറിയില്ല. നമ്മളാരും ഈ വികസനത്തിന് എതിരല്ല. പക്ഷേ റോഡ് വികസനം വരുമ്പോൾ ചെരപ്പളശ്ശേരിയിൽ നിന്ന് കിഴ റോഡ് വരെയുള്ള വർക്കിൽ എവിടെയും ഉയർത്തിക്കൊണ്ട് മറുവശം താഴ്ചയിലേക്ക് തള്ളുന്ന രൂപത്തിലുള്ളൊരു അലൈൻമെൻറ്റ് നമ്മൾ കണ്ടിട്ടില്ല. അതേപോലെ തുടരേണ്ട പാത ഈ പഞ്ചായത്തിൻ്റെ മുൻവശം പോലും ഒരു തരത്തിലും വാഹനങ്ങൾക്ക് കയറാനോ മറ്റുള്ള ആളുകൾക്ക് സമ്മതിക്കാത്ത രൂപത്തിൽ മഴക്കാലമായാൽ വെള്ളത്തിൻ്റെ കുത്തൊഴുക്ക് പഞ്ചായത്തിലേക്കും വീടുകളിലേക്കും പോകുന്ന തരത്തിലാണ് ഇതിൻ്റെ അലൈൻമെൻറ്റ് വന്നിട്ടുള്ളത്. മണ്ണാർക്കാട് കുമരമ്പത്തൂർ പഞ്ചായത്തിലെ ചങ്ങലേരി നിവാസികളുടെ ചിരകാല അഭിലാഷമായിരുന്ന ആരോഗ്യ ഉപകേന്ദ്രം യാഥാർത്ഥ്യമായി. നവംബർ 2-ന് നാടിന് സമർപ്പിക്കും. സ്ഥിരം ഡോക്ടറുടെ സേവനം വേണമെന്ന നാട്ടുകാർ. കുമരമ്പത്തൂർ പഞ്ചായത്തിലെ ചങ്ങലേരി പ്രദേശത്ത് ഒരു സബ് സെൻ്റർ എന്നത് ചങ്ങലേരിക്കാരുടെ ചിരക്കാല സ്വപ്നമായിരുന്നു. അത് പൂർത്തീകരിച്ചെന്ന ബ്ലോക്ക് മെമ്പർ മുസ്തഫാക്കും 54 ലക്ഷം രൂപ ചെലവിൽ പണി നവീകരിച്ച് ഉദ്ഘാടനത്തിൽ ഒരുങ്ങി നിൽക്കുന്ന സബ് സെൻ്ററിൻ്റെ ഉദ്ഘാടനം ഈ വരുന്ന 2-ാം തീയതി 4 മണിക്കാണ് ഉള്ളത് ഉദ്ഘാടനം. അതുമായി ബന്ധപ്പെട്ട് എല്ലാ ആളുകളെയും ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നു. ഒരുപാട് കാലത്തെ സ്വപ്നമായിരുന്നു ഒരു സബ് സെൻ്റർ, കുടുംബാരോഗ്യ സബ് സെൻ്റർ കൊണ്ടുവരിക എന്നുള്ളത്. അതിന് ബ്ലോക്ക് മെമ്പർ മുസ്തഫാക്കാൻ്റെ ഒരുപാട് സഹായം കിട്ടിയതുകൊണ്ട്, ഒരുപാട് പ്രവർത്തനം നടത്തിയതുകൊണ്ട് ഇതിൻ്റെ ഫലമായി ഇത് നല്ലൊരു ആഗ്രഹം ചങ്ങലേരിക്കാരുടെ വിഫലമായി. കുമരമ്പത്തൂർ പഞ്ചായത്തിലെ മോദിക്കൽ, പറമ്പുള്ളി, വെണ്ടാംകുറിശി, ചങ്ങലേരി, ഞെട്ടരക്കടവ് തുടങ്ങി 5 വാർഡുകളിലുള്ളവർക്ക് ആശ്രയമായാണ് 2-ാം മൈലിൽ ഉപകേന്ദ്രം നിർമ്മിച്ചത്. പഞ്ചായത്ത് ആസ്ഥാനത്ത് നിന്ന് ഒറ്റപ്പെട്ട് കിടക്കുന്ന ചങ്ങലേരി നിവാസികൾക്ക് പഞ്ചായത്തിലെ നിച്ചുള്ളിയിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെത്താൻ 15 കിലോമീറ്റർ യാത്ര ചെയ്യണം. ഈ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ ചങ്ങലേരിയിൽ ഉപകേന്ദ്രം വേണമെന്ന നാട്ടുകാരുടെ കാലങ്ങളായുള്ള ആവശ്യമാണ് നിറവേറുന്നത്. കുമരമ്പത്തൂർ ഗ്രാമപഞ്ചായത്തിലെ 9-ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന കുടുംബാരോഗ്യ സബ് സെൻ്റർ നവീകരിച്ചതിൻ്റെ ഭാഗമായി നവീകരിക്കാൻ വേണ്ടി ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് ബ്ലോക്ക് മെമ്പർ മുസ്തഫാക്ക 54 ലക്ഷം രൂപ ഞങ്ങൾക്ക് അനുവദിച്ചെന്ന് അതിൻ്റെ ഉദ്ഘാടനം ഈ വരുന്ന 2-ാം തീയതി നടക്കാൻ പോവുകയാണ്. ഈ ഹോസ്പിറ്റലിന് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും, അതായത് രോഗികൾക്ക് വന്ന് ഇരിക്കാനും ഗർഭിണിയായ സ്ത്രീകൾക്ക് വേണ്ടി ഇരിക്കാനുള്ള സൗകര്യങ്ങളും, പ്രഷർ, ഷുഗർ എന്നുള്ള അത്യാവശ്യ ഘട്ടങ്ങളിൽ വരുന്ന ചികിത്സകൾക്ക് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ഈ ഹോസ്പിറ്റലിന് വേണ്ടി ഞങ്ങൾക്ക് അനുവദിച്ചെന്ന ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മുസ്തഫാക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും ഞങ്ങൾ വാർഡ് മെമ്പർ എന്നുള്ള നിലക്കും ഇവിടുത്തെ പ്രദേശീയ എന്നുള്ള നിലക്കും ഞങ്ങൾ അദ്ദേഹത്തെ എന്നും ഞങ്ങൾ ഓർക്കാൻ വേണ്ടിയിട്ടുള്ള ഞങ്ങൾക്കൊരു സെൻ്ററാണ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഈ ചങ്ങലേരി പ്രദേശത്ത് കൂടുതൽ ആളുകൾ താമസിക്കുന്ന ഒരു ഭാഗമാണ്. 4-5 വാർഡാണ് ഇപ്പോൾ നിലവിൽ ഈ ചങ്ങലേരി പ്രദേശത്തുള്ളത്. ഈ 5 വാർഡുകൾക്കും ആശ്രയിക്കാനുള്ള ഒരു ആകെ ഉള്ളൊരു കേന്ദ്രമാണ് ഈ സബ് സെൻ്റർ. ഇവിടെ ഒരുപാട് ആളുകൾക്ക് ഈ പൾസ്, പോളിയോ, ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സബ് സെൻ്ററിൻ്റെ ഇതിൻ്റെ അവസ്ഥ കണ്ടിട്ടാണ് ഞങ്ങൾക്ക് ഈ ബിൽഡിംഗ് അനുവദിച്ച് തന്നത്. ഇതിനു വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ. എന്തായാലും ഈ ചങ്ങലേരി പ്രദേശത്തുള്ളവർക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. കുമരമ്പത്തൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ കീഴിലാണ് ചങ്ങലേരി ഉപകേന്ദ്രം പ്രവർത്തിക്കുന്നത്. ഈ മേഖലയിലെ ഗർഭിണികൾ, കുട്ടികൾ എന്നിവർക്ക് ആവശ്യമായ പ്രതിരോധ കുത്തിവയ്പ്പുകൾ, വിവിധ വാക്സിനുകൾ, പോഷകാഹാരങ്ങൾ, പ്രതിരോധ മരുന്നുകൾ തുടങ്ങിയവ കേന്ദ്രത്തിലെ നഴ്സ് വഴി വിതരണം ചെയ്യും. ആഴ്ചയിൽ 1 ദിവസം ഡോക്ടറുടെ സേവനം ലഭ്യമാക്കും. പുതിയ കെട്ടിടം പൂർത്തിയായതോടെ സ്ഥിരം ഡോക്ടറുടെ സേവനം കൂടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മുസ്തഫ വറോഡൻ മുൻകൈയെടുത്ത് 54 ലക്ഷം രൂപ ചെലവിലാണ് 2 നിലകളിലുള്ള കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചത്. രോഗികൾക്ക് വിശ്രമിക്കാനുള്ള സ്ഥലം, പരിശോധനാ മുറി, മരുന്ന് കൊടുക്കാനുള്ള കൗണ്ടർ, നിരീക്ഷണ മുറി, ശുചിമുറി തുടങ്ങി വിപുലമായ സൗകര്യങ്ങളാണ് സെന്ററിൽ ഒരുക്കിയിട്ടുള്ളത്. കെട്ടിടം ഉദ്ഘാടനം നാടിന്റെ ആഘോഷമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പ്രദേശവാസികൾ. ചങ്ങലേരി പ്രദേശം എന്ന് പറഞ്ഞാൽ കുമരമ്പത്തൂർ ഭാഗത്ത് ഒറ്റപ്പെട്ട് കിടക്കുന്ന പഞ്ചായത്തിൻ്റെ പള്ളിക്കുന്ന് ഭാഗത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്.
അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നിരവധി പരാതികളും പരിപാടികളും ഉണ്ടാകും നാട്ടുകാർക്ക്. അപ്പോൾ അതിനൊക്കെ ഒരു സൊല്യൂഷൻ എന്ന നിലയ്ക്ക് ബ്ലോക്ക് മെമ്പർ മുസ്തഫാഖാൻ്റെ നേതൃത്വത്തിൽ ഉദ്ഘാടനത്തിന് ഒരുങ്ങി നിൽക്കുകയാണ്. 2-ാം തീയതി ഞങ്ങളെ ചങ്ങലേരി പ്രദേശത്തെ എല്ലാവർക്കും ഒരു ഹോസ്പിറ്റൽ എന്നുള്ള ഒരു ഡോക്ടറെ വെക്കലും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾക്കൊരു ചങ്ങലേരി ഭാഗത്ത് നല്ലൊരു ഹോസ്പിറ്റൽ അനുവദിച്ചെന്ന ബ്ലോക്ക് മെമ്പർക്കും അതേമാതിരി ഇവിടുത്തെ എല്ലാ പ്രദേശവാസികൾക്കും 1000 നന്ദി അറിയിക്കും. SKJM ജില്ലാ സുവർണ ജൂബിലി റാലിയും സമ്മേളനവും നവംബർ 23 ചെർപ്പളശ്ശേരിയിൽ നടക്കും. സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച സുവർണ ജൂബിലി ജില്ലാ സന്ദേശ യാത്ര ഒക്ടോബർ 25, 26, 27, 28, 29 തീയതികളിലായി നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചെർപ്പളശ്ശേരിയിൽ നടക്കുന്ന ജില്ലാ മുവല്ലിം റാലിയുടെയും സമ്മേളനത്തിന്റെയും പ്രചരണാർത്ഥം SKJM ജില്ലാ കമ്മിറ്റി 5 ദിവസങ്ങളിലായാണ് പ്രചാരണ ജാഥ സംഘടിപ്പിച്ചിട്ടുള്ളത്. 25 ഉച്ചയ്ക്ക് 2:30 മുണ്ടേക്കാട് CKM സ്വാദിഖ് മുസ്ലിയാരുടെ ഖബർ സിയാറത്തിനു ശേഷം ജമയത്തുൽ കുത്തുബ സംസ്ഥാന ഉപാധ്യക്ഷൻ കൊടക്കാട് സയ്യിദ് PK ഇമ്പിച്ചിക്കോയ തങ്ങൾ ജാഥ ക്യാപ്റ്റൻ ജില്ലാ പ്രസിഡന്റ് കോട്ടോപ്പാടം C മുഹമ്മദ് അലി ഫൈസിക്ക് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്യും. മറ്റ് നേതാക്കളും പങ്കെടുക്കും. തുടർന്ന് ജില്ലയിൽ പ്രയാണം നടത്തുന്ന യാത്രയ്ക്ക് 60 കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകും. 4 ദിവസങ്ങളിലും സമാപന സമ്മേളനവും നടക്കും. 26 കാരക്കാടും 27 മുരിക്കുംപറ്റയിലും 28 കരിമ്പയിലും 29 അട്ടപ്പാടി മുക്കാലിയിലുമാണ് സമാപനം. സമാപന സമ്മേളനങ്ങളിൽ കബീർ അൻവരി നാട്ടുകൽ, P അബ്ദുൾ റഷീദ് ഫൈസി കമാലി മൂളൂർ, GM സലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ, PK അൻവർ സ്വാദിഖ് ഫൈസി കാഞ്ഞിരപ്പുഴ എന്നിവർ ഓരോ ദിവസവും മുഖ്യപ്രഭാഷണം നടത്തും. മറ്റ് നേതാക്കളും പങ്കെടുക്കുമെന്ന് സംഘാടകർ പറഞ്ഞു. 50 വർഷം പൂർത്തിയാകുന്ന വേളയിൽ കർമ്മവീതിയിൽ 50 ആണ്ട് എന്ന ശീർഷകത്തിൽ സുവർണ ജൂബിലി ആഘോഷിക്കുകയാണ്. കഴിഞ്ഞ മെയ് മാസം മുതൽ 2026 ഏപ്രിൽ വരെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന 50 പരിപാടികളോടുകൂടിയാണ് ജൂബിലി ആഘോഷിക്കുന്നത്. ജമിയത്തുൽ മുഅല്ലിമീൻ്റെ സുവർണ ജൂബിലിയുടെയും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനത്തിൻ്റെയും പ്രചരണാർത്ഥം ഈ വരുന്ന നവംബർ 23 ഞായറാഴ്ച വൈകുന്നേരം 4:30 പാലക്കാട് ജില്ലയിലെ ബഹുമാനപ്പെട്ട സമസ്തയുടെ കീഴിലുള്ള മുഴുവൻ മദ്രസകളിലെയും അധ്യാപകരെ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു വലിയ ജില്ലാ മുഅല്ലിം റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിക്കുകയാണ്. അതിൻ്റെ പ്രചരണാർത്ഥം ഈ 25 മുതൽ 29 കൂടിയ 5 ദിവസം നീണ്ടു നിൽക്കുന്ന ബഹുമാനപ്പെട്ട ജില്ലാ പ്രസിഡന്റ് നേതൃത്വത്തിലുള്ള സുവർണ ജൂബിലി ജില്ലാ സന്ദേശയാത്ര മറ്റന്നാൾ ശനിയാഴ്ച മുതൽ ആരംഭിക്കും. പരിപാടിയുടെ ഭാഗമായി 30 വാണിയംകുളം MMICയിൽ രാവിലെ 10 കിഫായ സംഗമം, നവംബർ 2 ജില്ലയിൽ 50 കേന്ദ്രങ്ങളിൽ നേതൃസ്മൃതി സംഗമം, 9 സുന്നി ബാലവേദി മദ്രസ യൂണിറ്റ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഗൃഹസമ്പർക്കം, ലഘുലേഖ വിതരണം, നവംബർ 1 മുതൽ 20 വരെ മദ്രസ തലങ്ങളിൽ സിറാത്തുൽ മുസ്തഖീം ആദർശ കുടുംബസംഗമവും നടക്കും. സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപനവും മുവല്ലിം പ്രതിനിധി സമ്മേളനവും ജില്ലാ കാര്യാലയത്തിൻ്റെ ഉദ്ഘാടനവും 2026 ഏപ്രിൽ പട്ടാമ്പിയിൽ നടക്കുമെന്നും SKJM ജില്ലാ പ്രസിഡന്റ് C മുഹമ്മദ് അലി ഫൈസി കോട്ടപ്പാടം, സെക്രട്ടറി TK മുഹമ്മദ് കുട്ടി ഫൈസി കരുവാൻപടി, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സിദ്ദീഖുൽ അക്ബർ ഫൈസി, കുഞ്ഞി മുഹമ്മദ് ഫൈസി, ഷബീബ് അൻവരി, സലാം ഫൈസി എന്നിവർ അറിയിച്ചു. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ കോട്ടപ്പുറം കാവ് ആറാട്ടുകുളം റോഡ് കോൺക്രീറ്റ് ചെയ്ത് ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. K പ്രേംകുമാർ MLA റോഡ് ഉദ്ഘാടനം ചെയ്തു. ഞാനിപ്പോൾ വിളിച്ചപ്പോൾ അദ്ദേഹം ഫോണിൽ കിട്ടിയില്ല, ഇറങ്ങിയത് എടുത്തില്ല. അദ്ദേഹം എന്തെങ്കിലും തിരക്കിലാണോ, എന്ത് പറ്റിയെന്നറിയില്ല. നമ്മുടെ നാടിൻ്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങളിലെല്ലാം എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്ന സമീപനമാണ് പൊതുവിൽ സ്വീകരിക്കുന്നത്. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിനും ഒറ്റപ്പാലം മണ്ഡലത്തിൽ നല്ല പരിഗണന വികസന കാര്യങ്ങളിൽ നൽകുന്നതിന് സാധിച്ചിട്ടുണ്ട്. അത് റോഡ് വികസനമായാലും മറ്റ് വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിൽ നടത്തുന്ന പൊതുവായ വികസന പ്രവർത്തനങ്ങളായാലും കായിക രംഗത്തുള്ള പരിഗണനയായാലും ഒക്കെ ഒരു നിലയിലുള്ള വ്യത്യാസമോ ഭേദമോ കൂടാതെ പഞ്ചായത്തിലെ ജനങ്ങളെ, അവരുടെ താല്പര്യങ്ങളെ, ആവശ്യങ്ങളെ അഡ്രസ് ചെയ്തു പോവുക എന്നത് തന്നെയാണ് പൊതുവിൽ ചെയ്യുന്നത്. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 15 ലക്ഷം രൂപ ചിലവഴിച്ചാണ് റോഡ് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളത്. കോട്ടപ്പുറം കാവിന് സമീപം നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ T ഷീജ അധ്യക്ഷയായി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ M മോഹനൻ, P ചാമി, K സുബ്രഹ്മണ്യൻ, PT അങ്കപ്പൻ, KT രാമചന്ദ്രൻ, ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു.
മണ്ണാർക്കാട് നഗരസഭ കോടതിപ്പടിയിൽ സ്ഥാപിച്ച പാറയ്ക്കൽ മുഹമ്മദ് സ്മാരക പബ്ലിക് ലൈബ്രറി നാടിന് സമർപ്പിച്ചു. എൻ ശംസുദ്ദീൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. മണ്ണാർക്കാട് കോടതിപ്പടിയിലെ നഗരസഭയുടെ വിശ്രമ കേന്ദ്രത്തിന്റെ മുകൾ നിലയിലാണ് ലൈബ്രറി ആരംഭിച്ചത്. റഫറൻസ് ഗ്രന്ഥങ്ങളും നോവലുകളും അടക്കം നിരവധി പുസ്തകങ്ങൾ ലൈബ്രറി ശേഖരത്തിലുണ്ട്. ഈ ലൈബ്രറി സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഉദ്ഘാടന ശേഷം നടന്ന സമ്മേളനം മണ്ണാർക്കാട് MLA എൻ ശംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. മണ്ണാർക്കാട് പഞ്ചായത്തും തെങ്കര പഞ്ചായത്തിലെ ചില മേഖലകളും ചേർന്നു ആദ്യത്തെ ഭരണസമിതി അവരുടെ പ്രാഥമികമായ കുറേ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചു. ഇത് സി മുഹമ്മദ് ബഷീർ സാഹിബിൻ്റെ നേതൃത്വത്തിലുള്ള രണ്ടാമത്തെ ഭരണസമിതിയാണ്. ഒരു നഗരസഭ ഇരുന്ന് പിച്ച വെച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. ധാരാളം സംഗതികൾ ചെയ്തു തീർക്കാൻ ഈ ഭരണസമിതിക്കും കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ പറഞ്ഞ പോലെ ഒരു കണക്കെടുപ്പിൻ്റെ സമയമാണ്. 5 കൊല്ലം പൂർത്തിയാവുകയാണ്. അത് മുനിസിപ്പാലിറ്റിയിൽ മാത്രമല്ല, എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പുകൾ പ്രഖ്യാപിക്കാനിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് വ്യത്യസ്ത മേഖലകളിൽ നൂതനമായ വിവിധ പദ്ധതികൾ ഈ മുനിസിപ്പൽ ഭരണസമിതി ഇവിടെ നടപ്പാക്കിയിട്ടുണ്ട്. നഗരസഭാ അധ്യക്ഷൻ സി മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു. ഉപാധ്യക്ഷ കെ പ്രസീദ, സ്ഥിരം സമിതി അധ്യക്ഷരായ ഹംസ കുറുവണ്ണ, കെ ബാലകൃഷ്ണൻ, സി ഷഫീഖ് റഹ്മാൻ, മുൻ MLA കളത്തിൽ അബ്ദുള്ള, സാംസ്കാരിക പ്രവർത്തകൻ KPS പയ്യനടം, വാർഡ് കൗൺസിലർ CK സുഹ്ര, നഗരസഭാ സെക്രട്ടറി M സതീഷ് കുമാർ, കൗൺസിലർമാർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, സാംസ്കാരിക പ്രവർത്തകർ എന്നിവർ പ്രസംഗിച്ചു. തൃക്കടിയിൽ കാരാട്ടുകുറിച്ചിയിൽ MLA ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച റോഡ് നാടിന് സമർപ്പിച്ചു. പി മമ്മിക്കുട്ടി MLA റോഡ് ഉദ്ഘാടനം ചെയ്തു. പി മമ്മിക്കുട്ടി MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 15 ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച കാരാട്ടുകുറിശി PPM സ്റ്റോർ നെട്ടിശ്ശേരിക്കുന്ന് റോഡിന്റെ ഉദ്ഘാടനമാണ് ബുധനാഴ്ച നടന്നത്. പി മമ്മിക്കുട്ടി MLA റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മഴ നമ്മളെ കുറച്ച് അനുഗ്രഹിക്കുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. നല്ല മഴയായിരുന്നു ആ വർഷം. എന്തായാലും വേഗം അവസാനിപ്പിക്കാം. സാധാരണ ഞങ്ങളുടെ ഈ മുസ്ലിം സംസാര ഭാഷയിലൊരു കാര്യം പറയാറുണ്ട്, വലിയ പെരുന്നാളും വെള്ളിയാഴ്ചയും ഒരുമിച്ച് വന്ന മാതിരിയാണെന്ന് പറഞ്ഞു. കാരാട്ടുകുറിശിക്കാരെ സംബന്ധിച്ച് വലിയ പെരുന്നാളും വെള്ളിയാഴ്ചയും ഒരുമിച്ച് വന്ന പോലെയുള്ള ഒരു ഉത്സാഹത്തോടു കൂടിയുള്ള ഒരു ചടങ്ങ് ആണ് ഇവിടെ നടക്കുന്നത്. അതിലെ ഒരു ചെറിയ പങ്ക് വഹിക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നതിൽ സന്തോഷമാണ് രേഖപ്പെടുത്തുന്നത്. തൃക്കടിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AP ലതിക അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ വി രജിത, പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗം K മണികണ്ഠൻ, മുൻ വാർഡ് മെമ്പർമാരായ EC ശ്രീകുമാർ, S കൃഷ്ണകുമാർ, സ്വാഗത സംഘം ചെയർമാൻ AP ബാലകൃഷ്ണൻ, കൺവീനർ NK റഫീഖ് മാസ്റ്റർ, ട്രഷറർ PP മുസ്തഫ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റ് പട്ടാമ്പി പോലീസ് സേനയെ ആദരിച്ചു. ആദരിക്കൽ ചടങ്ങും യൂണിറ്റ് ജനറൽ ബോഡി യോഗവും സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പിയിലെ ജ്വല്ലറി മോഷണക്കേസിലെ പ്രതികളെ വേഗത്തിൽ പിടികൂടിയതിനാണ് പോലീസ് സേനയ്ക്ക് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആദരം ഒരുക്കിയത്. സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം നിർവഹിച്ചു. വളർച്ചയുടെ അല്ലെങ്കിൽ മൃഗതുല്യമായി ജീവിച്ചിരുന്ന മനുഷ്യനായി മാറിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ എല്ലാ വളർച്ചയിലും ഏറ്റവും വലിയ പങ്കുള്ള ഒരു വിഭാഗമാണ് പോലീസ് വിഭാഗം. നമുക്കറിയാം, നമ്മുടെ പരിവർത്തനം, നമ്മൾ കാട്ടിലും മറ്റും ഈ ഓരോ പ്രദേശത്തേക്ക് യാത്ര ചെയ്ത് കാലാവസ്ഥയ്ക്കും ആഹാരത്തിനും വേണ്ടി യാത്ര ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യരാശി അവൻ കൃത്യമായി കൃഷി ചെയ്യുന്നതിന് വേണ്ടി തുടങ്ങുകയും ഒരു പ്രത്യേക സ്ഥലം തിരഞ്ഞെടുക്കുകയും അവിടെ ജീവിക്കുകയും ചെയ്തത് മുതൽ, പാർപ്പിടം ഉണ്ടായത് മുതൽ ഭരണപരമായ സംവിധാനങ്ങൾ ഉണ്ടാകേണ്ടതായി വരികയും അന്ന് മുതൽ മനുഷ്യരാശി ഇവിടം വരെ എത്തിയതിന്റെ പിന്നിൽ ഏറ്റവും വലിയ കരുത്തോടുകൂടി പ്രവർത്തിച്ചൊരു വിഭാഗമാണ് പോലീസ് എന്ന ഭരണവർഗം. നമ്മൾ എത്രത്തെ ശാസ്ത്രത്തെ പ്രവർത്തിച്ചാലും അവയൊക്കെ ഈ തലത്തിലേക്ക് എത്തിക്കുന്നതിന് നിയമത്തിൻ്റെതായ
ഒരുപാട് കടമകൾ നിർവഹിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനമാണ് സത്യസന്ധന്മാരായ, രാജ്യസ്നേഹികളായ, പൊതുജന താല്പര്യത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന നമ്മുടെ പോലീസ് സേന. യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷ് പട്ടാമ്പി അധ്യക്ഷനായി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാബു കോട്ടയിൽ മുഖ്യപ്രഭാഷണം നടത്തി. പട്ടാമ്പി SHO അൻഷാദ്, ജില്ലാ ജനറൽ സെക്രട്ടറി K ഹമീദ്, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ മുസ്തഫ മുളയങ്കാവ്, ഷക്കീർ TP, പ്രജിത് പട്ടാമ്പി, KP റസാഖ്, സിദ്ദിഖ് പത്രാസ്, സന്തോഷ് ക്രിയേഷൻ, അബുലൈസ്, ബാബു കുടുംബിനി, നൌഫൽ ഓസ്ര തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. യൂണിറ്റ് വ്യാപാര ഫൗണ്ടേഷനിലെ കോൺഫറൻസ് ഹാളിന്റെ നിർമ്മാണോദ്ഘാടനവും സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര നിർവഹിച്ചു. ഒരു ചെറിയ ഇടവേള കൂടി. കൂടുതൽ വാർത്തകൾ. ലൈഫ് 7 സൂപ്പർ മാർക്കറ്റിൻ്റെ ഗ്രാൻഡ് ബമ്പർ സമ്മാന നറുക്കെടുപ്പിലെ വിജയികൾക്കുള്ള സമ്മാന വിതരണം ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക് ഒറ്റപ്പാലം ലൈഫ് 7 സൂപ്പർ മാർക്കറ്റിൽ വെച്ച് നടക്കും. ബമ്പർ സമ്മാനമായ കാറടക്കം 77 സമ്മാനങ്ങൾ വിജയികൾക്ക് നൽകുമെന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ജില്ലയിലെ പ്രമുഖ സൂപ്പർ മാർക്കറ്റുകളിൽ ഒന്നായി മാറിയ ലൈഫ് 7 സൂപ്പർ മാർക്കറ്റിന്റെ ബമ്പർ സമ്മാന ക്യാമ്പയിന്റെ സമ്മാന വിതരണമാണ് ശനിയാഴ്ച ലക്കിടി ലാഡർ പ്രവർത്തിക്കുന്ന ഒറ്റപ്പാലം ബ്രാഞ്ചിൽ വെച്ച് നടക്കുന്നത്. ചെർപ്പളശ്ശേരി, ഒറ്റപ്പാലം ബ്രാഞ്ചുകളിലെ നറുക്കെടുപ്പ് വിജയികൾക്കാണ് സമ്മാനങ്ങൾ നൽകുന്നത്. ഒരു വർഷം നീണ്ടുനിന്ന ക്യാമ്പയിന് 2024 സെപ്റ്റംബർ 1 ചെർപ്പളശ്ശേരി ബ്രാഞ്ചിലാണ് തുടക്കമായത്. ഒറ്റപ്പാലം ബ്രാഞ്ച് കൂടി ഓപ്പണായതോടെ സമ്മാന പദ്ധതി ഒറ്റപ്പാലത്തേക്ക് കൂടി വ്യാപിപ്പിച്ചു. ഒക്ടോബർ 18 ചെർപ്പളശ്ശേരിയിൽ വെച്ചാണ് നറുക്കെടുപ്പ് നടന്നത്. 25 ഒറ്റപ്പാലം ബ്രാഞ്ചിൽ വെച്ച് നടക്കുന്ന സമ്മാനദാനത്തിൽ സിനിമാ താരം ശങ്കർ അടക്കമുള്ള പ്രമുഖർ പങ്കെടുക്കുമെന്ന് ഒറ്റപ്പാലം ബ്രാഞ്ച് മാനേജർ K ശ്രുതി പറഞ്ഞു. ഒറ്റപ്പാലം ചെർപ്പളശ്ശേരി ബ്രാഞ്ചുകളിലായി സമ്മാന നറുക്കെടുപ്പിലൂടെ ഒരാൾക്ക് ബമ്പർ സമ്മാനമായി ടാറ്റ പഞ്ച് കാറാണ് നൽകുന്നത്. കൂടാതെ ഫ്രിഡ്ജ്, TV, വാഷിംഗ് മെഷീൻ, മൊബൈൽ ഫോൺ തുടങ്ങി 77 സമ്മാനങ്ങൾ ചടങ്ങിൽ വെച്ച് വിജയികൾക്ക് നൽകുമെന്ന് ഓപ്പറേഷൻ മാനേജർ O മുഹമ്മദ് മുസ്തഫ പറഞ്ഞു. നമ്മൾ അഡ്രസ് ചെയ്യാൻ പോകുന്നത് ഒക്ടോബർ 25 ശനിയാഴ്ച ലാഡർ സിനിമാസിന്റെ ഫണ്ടിൽ തന്നെ ഒരു വിപുലമായ പരിപാടിയായിട്ടാണ് നമ്മൾ ഈ ഗിഫ്റ്റിന്റെ സർക്കുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ നടത്താൻ പ്ലാൻ ചെയ്യുന്നത്. ഒന്നാം സമ്മാനമായിട്ട് കൊടുക്കാനുള്ളത് നമുക്ക് ടാറ്റ പഞ്ചും, രണ്ടാം സമ്മാനം ഒരു ആക്റ്റീവ സ്കൂട്ടറും, പിന്നെ 2 ബ്രാഞ്ചിലേക്കും ഓരോ ഐഫോണുകൾ, 2 ബ്രാഞ്ചുകളിലേക്കും ഓരോ LED TVകൾ, 2 ബ്രാഞ്ചിലേക്കും ഓരോ വാഷിംഗ് മെഷീൻസ്, ഓരോ മിക്സി, പിന്നെ 3000 രൂപയുടെ 7 പർച്ചേസ് വൗച്ചർ വീതം 2 ബ്രാഞ്ചിലും, പിന്നെ ഏകദേശം 7 അയൺ ബോക്സുകൾ 2 ബ്രാഞ്ചിലും, 7 കെറ്റിലുകൾ വീതം 2 ബ്രാഞ്ചിലും. അതിന് പുറമെ ഒരു 39 ഗോൾഡ് കോയിൻ, 11 ഗോൾഡ് കോയിൻ ഒറ്റപ്പാലം കസ്റ്റമേഴ്സിനും 28 ഗോൾഡ് കോയിൻ ചെറുപ്പശ്ശേരി കസ്റ്റമേഴ്സിനും വരുന്നതിലായിരിക്കും. അതായത് ഏകദേശം ഒരു നിയർ ടു 85 പ്രൈസസ് ആണ് നമ്മുടെ ദിവസം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ആ ദിവസത്തിലേക്ക് നമ്മൾ കൂടെ പങ്കെടുക്കാനും നമ്മുടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് പ്രശസ്ത സിനിമാ താരം ശങ്കർ സാർ കൂടി ഉണ്ടാവുന്നുള്ളത് ഒരു സന്തോഷമാണ്. പിന്നെ RJ മാത്തുക്കുട്ടി, രാജ് ഗണേഷ് തുടങ്ങിയവരെല്ലാവരും പങ്കെടുക്കുന്നുണ്ട്. കൂടാതെ സമ്മാനദാന ചടങ്ങിൽ എത്തുന്നവരിൽ നിന്നും സ്പോട്ട് നറുക്കെടുപ്പിലൂടെ വിവിധ സമ്മാനങ്ങൾ നൽകുമെന്നും മാനേജ്മെന്റ് പ്രതിനിധികൾ അറിയിച്ചു. ഒറ്റപ്പാലത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അക്കൗണ്ട്സ് മാനേജർ K വിനോദ്, ജനറൽ മാനേജർ K ജയേഷ്, ഇൻവെന്ററി മാനേജർ A ശ്രീജിത്ത് തുടങ്ങിയവരും പങ്കെടുത്തു. കേരള പഞ്ചായത്ത് വാർത്താ ചാനൽ സ്മൃതിരേഖ പുരസ്കാരം നേടി കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും. സംസ്ഥാനത്തെ മികച്ച 10 പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കും 10 മികച്ച ജനപ്രതിനിധികൾക്കുമാണ് പുരസ്കാരം നൽകിയത്. മികവുറ്റ ഭരണം കാഴ്ചവെച്ചതിനാണ് ജനപ്രതിനിധികൾക്കുള്ള സ്മൃതിരേഖ പുരസ്കാരം നൽകി വരുന്നത്. കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഹനീഫയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനസ് കെയും പുരസ്കാരത്തിന് അർഹരായി. കണ്ണൂർ ജില്ലയിൽ നാറാത്ത് ഗ്രാമപഞ്ചായത്ത് ധർമ്മശാസ്ത്ര ക്ഷേത്ര മൈതാനത്തിൽ 19, 20 തീയതികളിൽ കേരള പഞ്ചായത്ത് വാർത്താ ചാനൽ സംഘടിപ്പിച്ച ധ്വനി 2025
തദ്ദേശ ഭരണത്തിൻ്റെ മഹോത്സവം എന്ന പരിപാടിയിൽ പുരസ്കാരം ഏറ്റുവാങ്ങി. കില റിസോഴ്സ് പേഴ്സൺമാരായ ഡോക്ടർ KP ദിലീപ് കുമാർ, മോയി വി, പപ്പൻ കുട്ടമത്ത്, രത്നാകരൻ KP, നസറുദ്ദീൻ എന്നിവരടങ്ങിയ ജൂറിയാണ് പുരസ്കാരാർഹരെ തിരഞ്ഞെടുത്തത്. മിനി സ്ക്രീൻ ആർട്ടിസ്റ്റും ബിഗ് ബോസ് താരവുമായ ജിഷിൻ മോഹൻ, മിനി സ്ക്രീൻ ആർട്ടിസ്റ്റ് അമേയ എന്നിവരാണ് സ്മൃതി പുരസ്കാരം നൽകിയതെന്ന് KM ഹനീഫ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനസ് K എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പഞ്ചായത്തിലെ മുഴുവൻ മെമ്പർമാരുടെയും ഭരണസമിതി, സെക്രട്ടറി ഉൾപ്പെടെയുള്ള സ്റ്റാഫ് അംഗങ്ങൾ, അതുപോലെ തന്നെ ഘടക സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർ, ഇവരുടെയൊക്കെ അകമഴിഞ്ഞ മികച്ച പിന്തുണ, ഒപ്പം പൊതുജനങ്ങളുടെ ഏറ്റവും നല്ല സഹകരണം ഉണ്ടായി എന്നുള്ളതാണ് ഈ വിജയത്തിനൊക്കെ പിന്നിലുള്ളത്. പിന്നെ ഈ പുരസ്കാരം അവർ വന്ന് ഇതിന്റെ വീഡിയോ എടുക്കുമ്പോഴും ഒക്കെ അതിന്റെ ഡോക്യുമെന്റേഷൻ തയ്യാറാക്കുമൊക്കെ ചെയ്ത പഞ്ചായത്തിലെ 4 മിടുക്കരായ ചെറുപ്പക്കാരുണ്ട്. അവരെ മറന്നുപോകാൻ കഴിയില്ല. ഒന്ന് PA ആയിട്ടുള്ള ജംഷീദ് EP, മറ്റൊന്ന് NSCDയിലെ ക്ലർക്കായിട്ടുള്ള റാഷിഖ്, NREGSലെ ഓവർസീർ ആയിട്ടുള്ള സന്ദീപ്, പിന്നെ ഞങ്ങളുടെ വാഹനത്തിന്റെ സാരഥി അസ്കർ. ഈ 4 പേരാണ് ഇതിന്റെ എല്ലാ പദ്ധതികളും കാണിച്ചു കൊടുക്കുകയും ഷൂട്ട് ചെയ്യുകയും അതിന്റെ വിവരശേഖരണം ലാപ്ടോപ്പിലാക്കി ഇത് സമർപ്പിക്കാൻ വേണ്ടി ഞങ്ങളെ സഹായിക്കുകയും ചെയ്തത് ഈ 4 പേരാണ്. എല്ലാവരുടെയും ഒത്തൊരുമയോടുള്ള പ്രവർത്തനം ആണ് കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിന്, ഈ പ്രസിഡന്റിന്, മെമ്പർക്ക് ഇത് 3 പുരസ്കാരം നേടാൻ സഹായമായത്. രക്തദാനത്തിന്റെ മഹത്വം വിദ്യാർത്ഥികളിൽ എത്തിക്കാൻ രക്തദാന ക്യാമ്പും ബോധവൽക്കരണവും സംഘടിപ്പിച്ച് ചെർപ്പളശ്ശേരിയിലെ വിദ്യാർത്ഥികൾ. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ച് മാതൃകയായത്. ചെർപ്പളശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റും പെരിന്തൽമണ്ണ ജില്ലാ ബ്ലഡ് ബാങ്കും സംയുക്തമായാണ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത്. രക്തദാനത്തിന്റെ മഹത്വം മനസ്സിലാക്കി സ്കൂളിലെ NSS വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ രക്തദാതാക്കളെ കണ്ടെത്തിയാണ് ക്യാമ്പ് നടത്തിയത്. 100-ലധികം രക്തദാതാക്കൾ ക്യാമ്പിലെത്തുകയും 67 പേർ രക്തദാനം ചെയ്യുകയും ചെയ്തു. ചെർപ്പളശ്ശേരി നഗരസഭാ ചെയർമാൻ P. രാമചന്ദ്രൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ അബ്ദുൽ സലീം അധ്യക്ഷത വഹിച്ചു. വളണ്ടിയർ ലീഡർ അനുരാജ്, പെരിന്തൽമണ്ണ ജില്ലാ ബ്ലഡ് ബാങ്ക് ഓഫീസർ ഡോക്ടർ മുഹമ്മദ് അനസ്, SMC ചെയർമാൻ സിദ്ദീഖ് പാറക്കാടൻ, PTA പ്രസിഡന്റ് റഹീം P, സ്റ്റാഫ് സെക്രട്ടറി പാത്തുമുത്തു, പ്രോഗ്രാം ഓഫീസർ അൽഫിന സെബാസ്റ്റ്യൻ, വളണ്ടിയർ ലീഡർ അഭിദേവ് തുടങ്ങിയവർ സംസാരിച്ചു. NSS വളണ്ടിയർമാരുടെയും അധ്യാപകരുടെയും സഹകരണത്തോടെ ക്യാമ്പ് വിജയകരമായി പൂർത്തിയാക്കി. മനസ്സ് നന്നാവട്ടെ. പെരിന്തൽമണ്ണ ജില്ലാ ബ്ലഡ് ബാങ്കും ചെർപ്പളശ്ശേരി HDFC ബാങ്കും NSS ചെർപ്പളശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ് സഹകരിച്ച് നടത്തുന്ന ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. രക്തദാനത്തിൻ്റെ മഹാത്മ്യം മനസ്സിലാക്കിക്കൊണ്ട് NSSലെ വോളണ്ടിയേഴ്സ് പരമാവധി ബ്ലഡ് ഡോണേഴ്സിനെ കണ്ടെത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതിനോടകം തന്നെ ഇവിടെ 10-60ഓളം ബ്ലഡ് ഡോണേഴ്സ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ ക്യാമ്പ് വളരെ വിജയകരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഷോർട്ട് ന്യൂസ്. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി താഴേക്കോട പഞ്ചായത്ത് പരിധിയിൽ കോൺഗ്രസ് പാർട്ടിയെ ശക്തിപ്പെടുത്തുക, UDFന് കരുത്തു പകരുക എന്ന ലക്ഷ്യത്തോടെ INTUC താഴേക്കോട മണ്ഡലം കമ്മിറ്റി നേതൃസംഗമം സംഘടിപ്പിച്ചു. INTUC മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് പച്ചേരി സുബൈർ ഉദ്ഘാടനം ചെയ്തു. INTUC താഴേക്കോട് മണ്ഡലം പ്രസിഡന്റ് പാലോത്ത് ഫൈസൽ അധ്യക്ഷനായി. മുസ്ലിം ലീഗ് താഴേക്കോട് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് VP റഷീദ് മുഖ്യാതിഥിയായി. INTUC മലപ്പുറം ജില്ലാ സെക്രട്ടറി CK റഫീഖ മുഖ്യപ്രഭാഷണം നടത്തി. മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി MT അഫ്സൽ, താഴേക്കോട് മണ്ഡലം UDF ചെയർമാൻ P. പത്മനാഭൻ, കർഷക തൊഴിലാളി ഫെഡറേഷൻ സ്റ്റേറ്റ് സെക്രട്ടറി അഷ്റഫ് പുത്തൂരാൻ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മഴ, കോട്ടോപ്പാടം കാഞ്ഞിരക്കുന്നിൽ വീട് തകർന്നു. ടാപ്പിംഗ് തൊഴിലാളിയായ സുരേന്ദ്രന്റെ വീടാണ് തകർന്നത്. സുരേന്ദ്രനും ഭാര്യയും കുട്ടികളും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മണ്ണാർക്കാട് കള്ളവോട്ട് വിവാദം കത്തുന്നു. CPM ലോക്കൽ സെക്രട്ടറി K. മൻസൂർ കള്ളവോട്ട് ചേർത്തെന്ന ഗുരുതര ആരോപണവുമായി അക്ഷയ കേന്ദ്രം ഉടമ ഷബീർ. ഇടുക്കിയിൽ വോട്ടുള്ളയാളെ നായാടിക്കുന്ന് വാർഡിൽ ചേർത്തത് തന്റെ അക്ഷയ കേന്ദ്രത്തിൽ നിന്ന്. പ്രശ്നം ചൂണ്ടിക്കാണിച്ചപ്പോൾ പാർട്ടി നോക്കിക്കോളുമെന്ന് മറുപടി പറഞ്ഞതായി ഷബീർ. നെല്ലായ പഞ്ചായത്തിൽ കഴിഞ്ഞ 5 വർഷം നടന്നത് വലിയ അഴിമതിയെന്ന് UDF. ഓഡിറ്റ് റിപ്പോർട്ടിലെ പരാമർശങ്ങൾ ഇതിന്റെ തെളിവെന്നും പഞ്ചായത്ത് ഓഫീസ് CPM പാർട്ടി ഓഫീസ് പോലെയാണ് പ്രവർത്തിച്ചതെന്നും നേതാക്കൾ. അഴിമതി ചൂണ്ടിക്കാണിക്കാൻ ജനരക്ഷായാത്ര വെള്ളിയാഴ്ച മുതൽ. പട്ടാമ്പിയിൽ നടക്കുന്ന ജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവം വെള്ളിയാഴ്ച സമാപിക്കും. ഗണിതശാസ്ത്രമേളയിൽ വാണിയംകുളം TRK ഹയർ സെക്കൻഡറി സ്കൂൾ ചാമ്പ്യന്മാർ.
കരവിരുതും കലാവൈഭവവും പ്രകടമാക്കി പ്രവൃത്തി പരിചയം വേണം. കൊപ്പത്ത് കാറടിച്ച ജീപ്പ് തലക്കീഴായി മറിഞ്ഞു. ജീപ്പിലുണ്ടായിരുന്ന അതിഥി തൊഴിലാളികളായ 2 പേർക്ക് പരിക്ക്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.